ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനുദം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്യ കൃപാ സിന്ധൂഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേവോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ സ്കന്ധം 10 അധ്യായം 54 രുക്മിണി സ്വയംവരം എന്ന അധ്യായത്തിന്റെ ശ്ലോകം 40 നോക്കാം. ക്ഷത്രിയാമയം ധർമ്മ പ്രജാപതി വിനിർമ്മിത ഭ്രാതാപി ഭ്രാതരം ഹന്യാത് യേന ഘോരതമസ്തദാ. അതായത് ബലരാമൻ വീണ്ടും തിരിഞ്ഞ് രുക്മിണിയോട് തുടർന്നു. ക്ഷത്രിയന്മാർക്ക് ബ്രഹ്മാവ് കൽപ്പിച്ചിരിക്കുന്ന ധർമ്മം അനുസരിച്ച് ഒരുവന് സ്വന്തം സോദരനെ പോലും കൊല്ലേണ്ടി വന്നേക്കാം. അതിഭീകരമായ ഒരു നിയമമാണത്. അപ്പൊ ഇവിടെ പറയുന്നത് രുക്മിണി സ്വയംവരം കഴിഞ്ഞു. അതായത് ഭഗവാൻ രുക്മിണിയെ കടത്തിക്കൊണ്ടുപോയി. ആ പോകുന്ന വഴിക്ക് രുക്മി തടയുന്നു. സഹോദരനായ ഭഗവാനെയും രുക്മിണിയെയും തടയുന്നു. അപ്പോ ഭഗവാൻ രുക്മിണിയുടെ തല മുണ്ടനം ചെയ്ത് ശിഖ മുറിച്ച് വിടുന്നുണ്ട്. അപ്പോൾ അത് ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അപമാനകരമായ ഒരു അവസ്ഥയാണ്. മരിക്കുന്നതിനേക്കാളും ഭയാനകമായ ഒരു അവസ്ഥയാണ് ആ ഒരു അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽ സ്വന്തം സഹോദരനെ കണ്ടപ്പോൾ രുക്മിണിക്ക് സഹിക്കാനായില്ല എന്ന് ഇവിടെ പറയുന്നു. അപ്പൊ ആ രുക്മിണിയെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ബലരാമൻ പറയുന്നതാണ് ഈ ശ്ലോകം. അങ്ങനെ രുക്മിണിയോട് പറയാണ്, ഇങ്ങനെ കൃഷ്ണൻ ചെയ്തത് ചെറിയ തെറ്റാ അല്ല, അത് ശരിക്കും വലിയ തെറ്റാണ്. എന്നാൽ തന്നെയും ഇങ്ങനെ ഒരു സാഹചര്യം ബ്രഹ്മാവ് കൽപ്പിച്ചിരിക്കുന്ന ധർമ്മം അനുസരിച്ച് സ്വന്തം സോദരനെ പോലും കൊല്ലേണ്ടി വരാം. അങ്ങനെ ഒരു സാഹചര്യം അനുസരിച്ചാണ് അതിന്റെ ആഘാതം ചെറുതോ വലുതോ എന്ന് തീരുമാനിക്കുക. അത് പാപമല്ല എന്നുള്ള രീതിയിൽ ബലരാമൻ രുക്മിണിയോട് പറയുന്നുണ്ട്. ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ബലരാമൻ നീതി പാലിക്കാനായി സന്ദർഭത്തിന്റെ പൂർണ്ണമായ അപഗ്രഥനം നടത്തുകയാണ്. അതായത് ബന്ധുവിനെ കൊല്ലാൻ പാടില്ലെന്നിരിക്കലും പട്ടാള നിയമം അനുസരിച്ച് അതിനെ മയപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. അതായത് ഇപ്പോൾ ഒരു സഹോദരൻ പട്ടാളത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു അധർമ്മിയും അല്ലെങ്കിൽ മറ്റുള്ള യുദ്ധമുറകളിലേക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരനാണ് ഉള്ളതെങ്കിൽ പട്ടാള നിയമം അനുസരിച്ച് ആ സഹോദരനെ വധിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ ഇപ്പൊ രുക്മി ഭഗവാനെയാണ് എതിർക്കുന്നത്. രുക്മിണിയെ സ്വയംവരത്തിനായി ഭഗവാൻ കൊണ്ടുപോകുമ്പോൾ രുക്മി എതിർക്കുന്നു. അതിന്റെ അർത്ഥം ഭഗവാനെ എതിർക്കുന്നു എന്നാണ്. ഭഗവാന്റെ തീരുമാനങ്ങൾക്ക് ഒരു എതിർപ്പ് പറയുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രുക്മി ശിക്ഷ അർഹിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ബലരാമൻ ഇപ്പോ രുക്മിണിയോട് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ശ്രീല പ്രഭുപാദ് പറയുന്നു, 1860കളിൽ നടന്ന അമേരിക്കൻ സിവിൽ യുദ്ധവേളകളിൽ അനേകം കുടുംബങ്ങൾ വടക്ക് ഭാഗത്തേക്കും തെക്ക് ഭാഗത്തേക്കുമുള്ള സൈന്യങ്ങളിലായിട്ട് വേർപെട്ട് പോയിരുന്നു. അങ്ങനെ കുടുംബക്കൊലകൾ നിർഭാഗ്യവശാൽ ഒരു സാധാരണ സംഭവമായി തീർന്നിട്ടുണ്ട്. അത്തരം കൊലകൾ തീർച്ചയായും ഘോരതമം തന്നെയാണ്, അതിഭയങ്കരം തന്നെയാണ്. എന്നാലും ഭൗതിക ലോകത്തിന്റെ പ്രകൃതം അങ്ങനെ ആണ്. കടമയും അഭിമാനവും നീതിയും ഒക്കെ തമ്മിൽ സംഘർഷം ഉണ്ടാകാറുണ്ട്. താങ്ങാനാകാത്ത ഭൗതിക ജീവിത വ്യതകളെ മറികടക്കാൻ ആത്മീയ തലത്തിൽ ശുദ്ധ കൃഷ്ണാവബോധത്തിലൂടെ മാത്രമേ സാധിക്കൂ. അഹങ്കാരവും അസൂയയും കൊണ്ട് ഉന്മത്തനായത് മൂലം രുക്മിക്ക് കൃഷ്ണനെ കുറിച്ചോ കൃഷ്ണ അവബോധത്തെ കുറിച്ചോ ഒന്നും തന്നെ ഉൾക്കൊള്ളാനും ആയിട്ടില്ല. അപ്പോ ഭഗവാന്റെ സുപ്രീമസിയോ അല്ലെങ്കിൽ ഭഗവാന്റെ എല്ലാത്തിന്റെയും ഉടമയായിട്ടുള്ള എല്ലാത്തിന്റെയും അധികാരിയായിട്ടുള്ള ഭഗവാന്റെ ആ ശ്രേഷ്ഠതയൊന്നും രുക്മിക്ക് അറിയില്ല. അതുകൊണ്ടാണ് രുക്മി ഇപ്പോൾ എതിർക്കുന്നത് എന്നുള്ള ന്യായമാണ് ബലരാമൻ രുക്മിണിയെ അറിയിക്കുന്നത്. ശ്ലോകം 41 നോക്കാം.
രാജ്യസ്യ ഭൂമിർവിത്തസ്യ സ്ത്രീയോ മാനസ്യ തേജസ മാനിനോ അനൃസ്യ വാഹേതു ശ്രീമന്താദാക്ഷിപന്തിഹി. അപ്പൊ ഇവിടെ പറയുന്നത് ബലരാമൻ ശ്രീകൃഷ്ണനോട് തിരിഞ്ഞു പറയാണ്, ഞങ്ങളുടെ ഐശ്വര്യം മൂലമുണ്ടായ അഹങ്കാരത്താൽ അന്ധരായി ദുരഭിമാനികൾ രാജ്യം, ഭൂമി, സമ്പത്ത്, സ്ത്രീകൾ, അഭിമാനം, അധികാരം എന്നിവയ്ക്ക് വേണ്ടി അന്യരോട് അപരാധം പ്രവർത്തിക്കുന്നു. അപ്പോൾ കലിയുഗത്തിൽ ഇത് വളരെയധികം കൂടുതലായി കാണുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണിയെ വിവാഹം കഴിക്കാൻ തന്നെയായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതിൽ അങ്ങേയറ്റം താല്പര്യവും ഉണ്ടായിരുന്നു. പക്ഷേ തുടക്കം മുതലേ ഈ മനോഹരമായ തീരുമാനത്തെ രുക്മി വെറുപ്പോടെയാണ് എതിർത്തത്. സഹോദരിയുടെ ആഗ്രഹം ഒടുവിൽ നടക്കുകയും കൃഷ്ണൻ അവളെ കൊണ്ടുപോരുകയും ചെയ്തപ്പോൾ അയാൾ ഭഗവാനെ ദുഷ്ടതയോടെ വൃത്തികെട്ട രീതിയിൽ അപമാനിക്കുകയും മാരക ആയുധങ്ങളാൽ ആക്രമിക്കുകയും ചെയ്തു. പകരം ഭഗവാൻ അയാളെ കെട്ടിയിട്ടിട്ട് മുടിയും മീശയും അങ്ങുമിങ്ങും വടിച്ചു കളയുകയും ചെയ്തു. അഹങ്കാരം മൂത്ത് വീർപ്പിച്ച് കെട്ടിയിരിക്കുന്ന രുക്മിയെ പോലൊരു രാജകുമാരന് ഇത് വളരെ അപമാനകരം തന്നെയാണ്. എങ്കിലും അവൻ ചെയ്തതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ശിക്ഷ വെറും കൈത്തണ്ടയിൽ ഒരു അടി മാത്രം പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ മാത്രമായി മാറുന്നു. ഇവിടെ പറയുന്നത് എന്തെന്നാൽ സാക്ഷാൽ ഭഗവാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്. അതിനെ എതിർക്കാൻ തുനിഞ്ഞാൽ അയാൾ ദണ്ഡനാർഹനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോ ഭഗവാന്റെ ആ സുപ്രീമസി ഒന്നും അറിയാത്തത് കൊണ്ടാണ് രുക്മി ഭഗവാനെ എതിർത്തത് എന്ന് സാരം. അങ്ങനെ അജ്ഞതയാൽ പോലും ഭഗവാനെ എതിർക്കുന്ന ഒരാള് ദണ്ഡന അർഹൻ തന്നെ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള രുക്മിയെ തലമുണ്ടനം ചെയ്യുകയും മീശയും താടിയും മുടിയുമെല്ലാം അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അത് വെറും ഒരു നിസാര ശിക്ഷയാണ് കൊടുത്തത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശ്ലോകം 42 നോക്കാം. തവേയം വിഷമാ ബുദ്ധി സർവഭൂതേഷു ദുർഹ്യതാം യന്മന്യസേ സദാ ഭദ്രം സുഹൃതാം ഭദ്രം അജ്ഞവാത്. അപ്പൊ ഇവിടെ പറയുന്നു, ബലരാമൻ രുക്മിണിയോട് പറയാണ്, നിന്റെ മനോഭാവം പക്ഷപാതമായിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ദ്രോഹം ചെയ്യുന്നവനും നിന്റെ ക്ഷേമകാംക്ഷികളോട് ദോഷകരമായി പ്രവർത്തിച്ചവരുമായ വ്യക്തികൾക്ക് ഗുണമുണ്ടാകണമെന്ന് വിവരം കെട്ട മനുഷ്യരെ പോലെ നീ ആഗ്രഹിക്കുന്നു. അപ്പൊ രുക്മിണിയോട് പറയാണ്, നിന്റെ സഹോദരനായിരിക്കാം, പക്ഷേ അയാൾ ചെയ്തതെല്ലാം ദ്രോഹത്തനമല്ലേ? അങ്ങനെ ദ്രോഹം ചെയ്തവനോട് നീ എന്തിനാണ് സഹാനുഭൂതി കാണിക്കുന്നത് എന്നാണ് ബലരാമൻ രുക്മിണിയോട് ചോദിക്കുന്നത്. ശ്ലോകം 43 നോക്കാം. ശ്ലോകം 43 നോക്കാം. ആത്മമോഹോ നൃണാമേവ കൽപ്പതേ ദേവമായയാ സുഹൃദുർഹൃദുദാസീന ഇതി ദേഹാമാത്മമാനിനാം. അപ്പൊ ഭഗവാന്റെ മായയാൽ മനുഷ്യർ തങ്ങൾ ആരാണെന്നത് മറന്നിട്ട് തങ്ങൾ ശരീരമാണെന്നും മറ്റുള്ളവർ ബന്ധുക്കളോ ശത്രുക്കളോ ഇത് രണ്ടുമല്ലാത്തവരോ ആണെന്നും കരുതുന്നു. അപ്പൊ ഇവിടെ രുക്മിണിയോട് ബലരാമൻ പറയാണ്, നീ ശരീരാവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട്, ചിന്തിക്കുന്നത് കൊണ്ടാണ് നിനക്ക് എന്റേത്, എന്റെ രക്തബന്ധം, എന്റെ സഹോദരൻ എന്നുള്ള ചിന്തയൊക്കെ വന്നത്. ശരിക്കും നമ്മൾ ഈ കാണുന്ന ഈ ശരീരമല്ല, പിന്നെയോ ഭഗവാന്റെ തന്നെ അംശം തന്നെയാണ്. ആ ഭഗവാന്റെ അംശമായ രുക്മിണി ഇപ്പോൾ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നു. അതിനെ എതിർക്കുന്ന രുക്മിയെ ശിക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നീ ശരീര സംബന്ധിയായി മാത്രമേ ആ രുക്മിയെ സഹോദരനായതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഈ സങ്കടം. അപ്പൊ ഈ സങ്കടത്തിന്റെ ആവശ്യമില്ല എന്ന് ഭഗവാൻ തീർത്തും പറയുന്നു. അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 44. ഏക ഏവ പരോഹി ആത്മാ സർവേഷാമപി ദേഹിനാം നാനേവാ ഗുഹ്യതേ മൂഢൈർ യഥാ ജ്യോതിർ യഥാ നഭ. അതായത് എല്ലാ ദേഹികളിലും സന്നിഹിതനായിരിക്കുന്ന ഏകനായ പരമാത്മാവിനെ വിഭ്രാന്തിയിൽപ്പെട്ടവർ പലതായി കാണുന്നു. ആകാശത്തിലെ വെളിച്ചത്തെ അഥവാ ആകാശത്തെ തന്നെ പലതായി കരുതുന്നത് പോലെ. അപ്പോ ഇവിടെ പറയുന്നു, ഒരു ശരീരത്തിൽ ഇരിക്കുന്ന ദേഹി, ആ ദേഹികൾ തമ്മിലാണ് ബന്ധം, അല്ലാതെ ശരീരങ്ങൾ തമ്മിലല്ല. എന്നാൽ ഭൗതികമായ കണ്ണുകളോടെ നോക്കുന്ന നമ്മൾ ഓരോരുത്തരും ദേഹത്തോടുള്ള ബന്ധം മാത്രമേ ഓർക്കുന്നുള്ളൂ. എന്നാൽ ദേഹികൾ തമ്മിലുള്ള ബന്ധത്തെ ഓർക്കുന്നതേ ഇല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ദേഹിയുടെ ഏറ്റവും ഉടമസ്ഥൻ ഭഗവാനാണ്. കാരണം ഭഗവാന്റെ അംശമായ നമ്മൾ ഭഗവാനാണ് ഉടമസ്ഥനായിട്ട് കാണേണ്ടത്. അതിന് പകരം ശരീര സംബന്ധിയായിട്ടുള്ള ഉടമസ്ഥരെയാണ് നമ്മൾ ഇപ്പോൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നു. ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നത് നോക്കാം. അങ്ങനെ ഒന്നിനെ നാം പലതായി കാണുന്നതിനെ വിശദീകരിക്കാൻ 2 ഉപമകൾ യഥാ ജ്യോതിർ യഥാ നഭ എന്ന വാക്കുകളിൽ ഉപയോഗിച്ചിരിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും പോലെയുള്ള ആകാശഗോളങ്ങളെയാണ് ജ്യോതി എന്ന് പറയുന്നത്. ചന്ദ്രൻ ഒന്നേ ഉള്ളുവെങ്കിലും കുളങ്ങളിലും നദികളിലും തടാകങ്ങളിലും വെള്ളം നിറച്ച പാത്രത്തിലുമെല്ലാം
നാം ചന്ദ്രന്റെ പ്രതിച്ഛായ കാണും. അപ്പോൾ അനേകം ചന്ദ്രന്മാരുള്ളതുപോലെ പറയാം. എന്നാൽ ഭഗവാൻ ഏകനാണെങ്കിലും അദ്ദേഹം എല്ലായിടത്തും ഉള്ളതിനാൽ ഓരോ ജീവാത്മാവിലും ഓരോ ദിവ്യ സാന്നിധ്യം നാം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഉപമ ആകാശത്തിൻ്റെതാണ്. യഥാ നഭ, ഒരു മുറിയിൽ നിരവധി കളിമൺ പാത്രങ്ങൾ ഉണ്ടെന്ന് വയ്ക്കുക. ആകാശം ഒന്നേ ഉള്ളുവെങ്കിലും ഈ അടച്ചുറപ്പുള്ള ഓരോ പാത്രത്തിലും ആകാശം അഥവാ വായു കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ ആ വായുക്കളെല്ലാം സെപ്പറേറ്റ് ആണെന്ന് നമ്മൾ ആ കുടത്തിലെ സൈസ് വെച്ചിട്ട് പറയും. പക്ഷെ ആകാശം ഒന്നേ ഉള്ളൂ, പല കുടങ്ങളിൽ അല്ലെങ്കിൽ പല പാത്രങ്ങളിൽ ഇരിക്കുന്നു എന്ന് മാത്രം. അതുപോലെ ഈശ്വരീയ അംശങ്ങളായ നമ്മൾ ഓരോരുത്തരും പല പല ശരീരങ്ങളിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ്. ഒരു നായ്ക്കുള്ളിലും ഒരു സസ്യത്തിനുള്ളിലും ഒരു മരത്തിനുള്ളിലും ഒരു ആനയ്ക്കുള്ളിലും ഒരു മനുഷ്യന്റെ ഉള്ളിലും ഇരിക്കുന്ന ആ അംശം, ഈശ്വരീയ ചൈതന്യം ഭഗവാന്റെ തന്നെ അംശമാണ്. എന്നാൽ ആ ഓരോ കവറിങ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ സെപ്പറേറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്നത്. ഇതിനോട് സാദൃശ്യമുള്ള മറ്റൊരു ഉപമയും അഗ്നിയെയും വിറകിനെയും അടിസ്ഥാനപ്പെടുത്തി ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. 1-ാം സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യഥാഹി വഹിതോ വഗ്നേർ ദാരുഷേകാസ്വയോനിഷു നാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാപുമാൻ. അതായത് വിറകിൽ അഗ്നി എന്ന പോലെ എല്ലാ ജീവജാലങ്ങളിലും പരമാത്മാവ് കുടികൊള്ളുന്നുണ്ട്. അദ്വൈതനാണെങ്കിലും അദ്ദേഹം പല രൂപത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു. ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഉപമയാണ് തന്നിരിക്കുന്നത്. അതായത് ഒരു വിറക് കമ്പിൽ അഗ്നി കത്തിയിരിക്കുകയാകുമ്പോൾ ആ വിറകിൻ്റെ കൂടെ അടുക്കാൻ എല്ലാവരും ഒന്ന് ഭയപ്പെടും, കാരണം അഗ്നി ഉള്ളത് കൊണ്ട്. അതേസമയം ആ അഗ്നി ഇല്ലെങ്കിൽ ആ വിറകിനെ എല്ലാവരും വന്ന് എടുത്തുകൊണ്ട് പോകും, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ആ അഗ്നി ഉള്ളിടത്തോളം കാലം ആ വിറകിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല വേറെ ആർക്കും. അതുപോലെയാണ് നമ്മുടെ ഈ ശരീരത്തിൽ ആത്മീയ അംശം ഉള്ളത് കൊണ്ടാണ് നമ്മളെ ഓരോരുത്തരും പ്രകാശപൂരിതമായിട്ട് അല്ലെങ്കിൽ കർമ്മനിരതരായി ഇരിക്കുന്നത്. എപ്പോഴാണോ ആ അഗ്നി കെടുന്നത് അത് ആ വിറക് വെറും ജഡമായി മാറുന്നു. അതുപോലെ എപ്പോഴാണോ നമ്മളിലുള്ള ആത്മീയ ചൈതന്യം ഇല്ലാതാകുന്നത് അപ്പോൾ ഈ ശരീരം വെറും ജഡമായി മാറുന്നു. അപ്പോൾ അഗ്നിയോടും വിറകിനോടുമാണ് ഈ ശരീരത്തെയും അതിനകത്തിരിക്കുന്ന ആ ആത്മീയ ചൈതന്യത്തെയും സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നാം ഈ ശരീരമല്ല, ആ ആത്മീയ ചൈതന്യമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ആദ്യത്തെ കൃഷ്ണാവബോധം തുടങ്ങുന്നത്. ശ്ലോകം 45 നോക്കാം. ദേഹ ആദ്യന്തവാനേഷ ദ്രവ്യ പ്രാണഗുണാത്മക ആത്മന്യാ വിദ്യയാ ക്ലപ്ത സംസാരായതി ദേഹിന. അതായത് ആദിയും അന്തവും ഉള്ളതായ ഈ ഭൗതിക ശരീരം പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും ത്രിഗുണങ്ങളും കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ദേഹം ആത്മാവിനുമേൽ അജ്ഞതയാൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ജനന മരണ ചക്രങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കുന്നു. അപ്പോൾ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ഈ ആത്മാവ് ശരീരത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി മറ്റു പല കർമ്മങ്ങളിലും ബാധ്യസ്ഥനായി മാറുന്നു. അപ്രകാരം മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടിയും വരുന്നു. യഥാർത്ഥത്തിൽ ഈ ആത്മാവ് പരിപൂർണനായിട്ടുള്ള ഭഗവാന്റെ ആത്മീയ അംശമാണ്. അതിൽ യാതൊരു കണ്ടാമിനേഷനും ഇല്ല. പക്ഷേ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മഫലം അനുഭവിക്കാൻ ആ ആത്മാവ് നിർബന്ധിതനാകുന്നു. അങ്ങനെ നമ്മൾ ജനിച്ചും മരിച്ചും ഈ ഭൗതിക ലോകത്തിൽ ബന്ധനസ്ഥനായി കിടക്കുന്നു എന്ന് സാരം. എപ്പോഴാണോ ഈ ആത്മസ്ഫുലിംഗം ഭഗവാന്റെ അംശമാണെന്ന് തിരിച്ചറിയുകയും ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനായി ഭക്തിയുത സേവനത്തിൽ കൃഷ്ണാവബോധത്തിൽ മുഴുകുകയും ചെയ്യുന്നത്, അപ്പോൾ മാത്രമാണ് ബന്ധനമുക്തനായി ഈ ആത്മാവിന് ഈ ഭൗതിക ലോകം വിട്ട് എന്നേക്കുമായിട്ട് അതീന്ദ്രധാമത്തിലേക്ക് എത്താൻ സാധിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ഈ ഭൗതിക ലോകത്ത് ബന്ധനസ്ഥനായി തന്നെ കിടക്കും. ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളും ദ്രവ്യങ്ങളും കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ ശരീരം ബദ്ധാത്മാവിനെ ആകർഷിക്കുകയും വികർഷിക്കുകയും ചെയ്ത് ഭൗതിക അസ്തിത്വത്തിൽ ബന്ധിക്കുന്നു. നമ്മുടെ ശരീരത്തോടും മറ്റു ശരീരങ്ങളോടുമുള്ള ആകർഷണ വികർഷണങ്ങൾ കൊണ്ട് നാം താൽക്കാലിക ബന്ധങ്ങൾ സ്ഥാപിക്കുകയും വൻ പ്രയത്നങ്ങളിലും ത്യാഗങ്ങളിലും മഹാമനസ്കതയോടെ ഇടപെടുകയും സാങ്കല്പിക മതങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ഉദാത്തമായ പ്രഭാഷണങ്ങൾ നടത്തുകയും മായയിൽ നന്നേ കുടുങ്ങുകയും ചെയ്യുന്നു. ഈ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ലോകം ഒരു നാടകവേദിയാണ്. ഈ ഭൗതിക ജീവിതം എന്ന അർത്ഥശൂന്യമായ നാടകശാലയ്ക്ക് അപ്പുറത്ത് യാഥാർത്ഥ്യവും സ്വാർത്ഥവുമായ കൃഷ്ണാവബോധത്തിന്റെ ഒരു ലോകമുണ്ട്. പരമപുരുഷനായ ഭഗവാന് വേണ്ടി സമർപ്പിച്ച വിശുദ്ധാത്മാക്കളുടെ വിമുക്തമായ ജീവിതം. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഭൗതിക ലോകത്ത് എങ്ങനെ തന്നെ ആയാലും
ഏത് ശരീരത്തിൽ ഇരുന്നു കൊണ്ടായാലും നമ്മൾ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും അതിനിടയിൽ കിട്ടുന്ന അല്പസ്വല്പമായ സന്തോഷങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ച് തീർക്കേണ്ടി വരുന്നു. എന്നാൽ എപ്പോഴാണോ ഈ ശരീരമല്ല ഞാൻ എന്ന തിരിച്ചറിവുണ്ടാകുന്നത്, അതിനകത്തിരിക്കുന്ന ആ ദേഹിയാണ് യഥാർത്ഥ ഞാൻ എന്ന തിരിച്ചറിവുണ്ടാകുന്നത്, അപ്പോൾ മുതലാണ് ആ ദേഹിയുടെ മോക്ഷാർത്ഥമായിട്ട് അല്ലെങ്കിൽ ദേഹിക്ക് എന്നേക്കുമായിട്ട് പരിപൂർണ സംതൃപ്തി ലഭിക്കാനും സന്തോഷം ലഭിക്കുവാനുമുള്ള ഭക്തി നിർഭരമായിട്ടുള്ള കൃഷ്ണാവബോധത്തിൽ മുഴുകുന്നത്. അന്നേരം മുതൽ നമ്മൾ യഥാർത്ഥ മോക്ഷപാതയിൽ എത്തി എന്ന് പറയാം. എപ്പോഴാണോ നമുക്ക് ഈ ഭൗതിക ശരീരം എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് അതീന്ദ്രിയ ധാമത്തിൽ എത്താൻ പറ്റുന്നത്, അപ്പോൾ മാത്രമാണ് പരിപൂർണ മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഹരിബോൽ, ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്ലേലിസ്റ്റും ഓൺ ആവുന്നതാണ്. അതിൽ സ്കന്ധങ്ങൾ ഓരോന്നായിട്ട്, 1-ാം സ്കന്ധം, 2-ാം സ്കന്ധം, അങ്ങനെ വേർതിരിച്ച് പ്ലേലിസ്റ്റ് ഉണ്ട്. ഓരോ സ്കന്ധത്തിലും എല്ലാ ശ്ലോകങ്ങളും വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ശ്ലോകങ്ങൾ ഒന്നൊന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.